രമേശേട്ടാ, എന്തോ എനിക്ക് എൻ്റെ ഒരു സന്തോഷം ഇവിടെ പങ്കുവെക്കാൻ തോന്നുവാണ്. സന്തോഷങ്ങൾ മാത്രമേ ഈ വേദിയിൽ പങ്കുവെക്കാവുള്ളൂ. എൻ്റെ ആദ്യത്തെ ചിത്രത്തിൽ തന്നെ എനിക്ക് ഇന്നസെന്റ് സാറിൻ്റെ കൂടെ അഭിനയിക്കാനുള്ളൊരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ടൊരു ഫിലിം ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ അവിടെ ഒരുപാട് എന്നെ ആശ്വസിപ്പിച്ചതും സന്തോഷിപ്പിച്ചതും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നസെന്റ് സാർ വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. ഞാൻ പുതിയൊരു അഭിനേത്രി ആണ്. എന്നാൽ പുതിയ ആൾക്കാരെ ചേർത്ത് നിർത്തുക, മാറ്റി നിർത്താതിരിക്കുക എന്നൊരു കാര്യം ഇന്നസെന്റ് സാറ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അവിടെ അത് ചെയ്തു കൊടുത്തെങ്കിലും അതേ സിനിമയിൽ അഭിനയിക്കാൻ വന്ന വേറെ 2 ആൺപിള്ളേർ ടെൻഷൻ അടിച്ച് പേടിച്ചിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. ഈ പുതിയ ആൾക്കാരെ ദുരുപയോഗം ചെയ്ത ഒരാളുണ്ട്. അത് ധർമ്മജനാണ്. പണ്ട് ധർമ്മജൻ സുന്ദരി സുന്ദരി എന്ന് പറഞ്ഞൊരു സീരിയൽ എഴുതുക, അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുക, ദിവസം 7 സീൻ വേണം. ഒരു ദിവസം ഒരു സീരിയൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇവൻ രാത്രി എന്തൊക്കെയോ തിരക്കഴിഞ്ഞ് പ്രോഗ്രാമും കഴിഞ്ഞ് വന്നിട്ട് ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ രാവിലെ ഒരു 2 മണിക്കൂർ ഉണ്ടെങ്കിൽ എഴുതാം, പക്ഷെ 2 മണിക്കൂർ കിട്ടണം. 8 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങും. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ കൃത്യം ഒരാൾ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു വേഷം തരണം എന്ന് പറഞ്ഞു. ധർമ്മൻ അപ്പം തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് സീൻ ഇയാൾ പറയുമ്പോൾ ഇയാൾ പറഞ്ഞ അയാൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ശേഷം ഇയാൾ പറഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞൊരു സീൻ എഴുതിയിട്ട് ഈ പുതിയ ആൾക്കും കൊടുത്തു വിട്ടു. അയാൾ 2 മണിക്കൂർ നിന്ന് തെറ്റിച്ചു. ആ സമയം കൊണ്ട് ബാക്കിയുള്ളത് മുഴുവൻ എഴുതി ഉണ്ടാക്കി കൃത്യമായിട്ട്. ഇപ്പം ഇന്നസെന്റ് ഏട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞു. പേഴ്സണൽ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് ജുബ്ബ ഒരു ഇന്ത്യക്കാരാണുങ്ങൾ ഇടുന്ന സാധാരണ വേഷമൊക്കെയാണ് നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് മലയാളികളിൽ ജുബ്ബ ഇട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന, ജുബ്ബ ഇട്ടാൽ നല്ല ഫിനിഷിംഗ് ഉള്ള, ജുബ്ബ ഇട്ടാൽ ഏറ്റവും നന്നായി ചേരുന്ന 3 പേരേ ഉള്ളൂ ഇന്നസെന്റ് ഏട്ടാ. ആരൊക്കെയത്? ഒന്ന് KM മാണി സാർ, 2 ദാസേട്ടനാണ്. ദാസേട്ടനെ നമ്മൾ ജുബ്ബയിട്ടേ കാണാറുള്ളൂ, നല്ലൊരു അഴകാണ്. 3ാമത് ഇന്നസെന്റ് ഏട്ടനാണ്. അപ്പൊ ചോദ്യം സത്യമല്ലേ? ശരി, ഇന്നസെന്റ് ഏട്ടൻ ജുബ്ബ, ഒരു സ്വർണമാല, കല്ല് പതിപ്പിച്ച ഒരു മോതിരം, ഗോൾഡൻ ഫ്രെയിമിന്റെ ഒരു കണ്ണട, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയൊരു കലാകാരനല്ല, വലിയൊരു ആക്ടറല്ല, വലിയൊരു പാട്ടുകാരനല്ല. അപ്പം നമ്മൾ എപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഇപ്പോൾ ഒരു ജുബ, അങ്ങനെ ഒരു മണിമാല, ഒരു ഗോൾഡൻ ഫ്രെയിം ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉള്ളത് വെച്ചിട്ട് വരുമ്പോൾ തന്നെ ആളുകൾ അയാളൊരു കലാകാരനാണെന്നേ എന്ന് പറയും. മനസ്സിലായില്ലേ? അതല്ല എന്നുള്ള ബോധം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പണി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. സപ്പോർട്ടിന് വേണ്ടി എടുത്തിട്ടേക്കാണ്. അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പിന്നെ വേറൊരു കാര്യം, ഈ ജുബയ്ക്ക് ഏതാണ്ട് നല്ല നീളമുണ്ട്. അപ്പോൾ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന കാരണം വല്ല തിരക്കിലൊക്കെ പെട്ട് ആരെങ്കിലും മുണ്ട് വലിച്ചുകൊണ്ട് പോയാലും ജുബ രക്ഷിക്കും. ജുബ നമ്മൾ, അതുകൊണ്ട് ഞാനും ഒരു ജുബയാക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സ്റ്റാൻഡപ്പ് കൊമേഡിയനെ ക്ഷണിച്ചാലോ? ഉറപ്പായും, തീർച്ചയായിട്ടും വിളിക്കൂ. ഫൺസ് upon a ടൈമിന്റെ വേദിയിലെത്തുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കണ്ണനുണ്ണി ഫ്രം ആലപ്പുഴ. കണ്ണനുണ്ണി, സ്വാഗതം. സ്വാഗതം, ഫൺസ് upon a വേദിയിലേക്ക് സ്വാഗതം. നല്ല പേരാട്ടോ. പക്ഷെ കണ്ണനുണ്ണീനെ കേൾക്കുമ്പോഴത്തേക്കും മനസ്സിൽ വരുന്നൊരു പാട്ട്, കണ്ണനുണ്ണിയാണേ കണ്ണനാണേ കൊച്ചു കൊമ്പനാണേ. ഇത് നമ്മുടെ ആനപ്പാട്ടായി പോയില്ലേ? ഞാൻ പ്രതീക്ഷിച്ചത് ഇപ്പോ വെണ്ണിലാവോ ചന്ദനമോ കണ്ണനുണ്ണി നിന്നഴകിൽ. അല്ലെ, ഇപ്പൊ ഇവര് 2 പേരും പാടി ഇന്നസെന്റ് ഏതെങ്കിലും ഒരു കണ്ണൻ പാട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടോ? കണ്ണനെ കാൺമാതിനായല്ലോ പോകുന്നു തിണ്ണം പോയി ചെന്നിട്ട ദ്വാരകന്മാർ, മാതാവോടായിട്ടു ചൊല്ലി നിന്നിടിന മാതാവു താനതു കേട്ട നേരം. ഇത് പഴയ സിലബസിൽ 8ാം ക്ലാസ്സിലെ പദ്യമല്ലേ? 8ാം ക്ലാസ്സിലെ പദ്യ. ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എനിക്കതല്ലേ അറിയുള്ളൂ. 8ാം ക്ലാസ്സിൽ 3rd ഇയർ വരെ പോയതല്ലേ, അപ്പം ഇന്നസെൻസ് അത് മറക്കില്ല. 8ാം ക്ലാസ്സിൽ പഠിച്ച പദ്യം ഇപ്പോഴും പാടി എന്നുള്ളതാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു പദ്യം പാടൂ. കറുത്തിരുണ്ടങ്ങനെ വാനമെങ്ങും ചെറുത്തു ചെന്നെത്തിയ മേഘവൃന്ദം, നിർത്തൽ തേടാതതി വർഷമാദ്യം പുറത്തുകൂടാത്ത വിധം തുടങ്ങി. മഴയെക്കുറിച്ചുള്ള ഒരു പദ്യമായിരുന്നു. ഞാൻ പക്ഷേ 2ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതൊക്കെ പോട്ടെ, ഇയാളൊരു പദ്യം ചൊല്ലിയെന്നാ. പല പല നാളുകൾ ഞാനൊരു പുഴ പഴുക്കൂട്ടിലിറങ്ങി, ഇരുളും വെട്ടവും അറിയാതെ അങ്ങനെ 2 നാളുകൾ നീട്ടി, അരളിച്ചെടുത്ത നിലതണ്ടിയിൽ അരിമക്കിങ്ങടി പോലെ വീശും കാറ്റ് തിളക അങ്ങനെ വീഴത്തുമ്പ് നിന്നു. ഇതൊരു 500 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിയിട്ടില്ല. അതാണ് ആ സ്പീഡ്. ഹിന്ദി എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇന്നസെന്റ് പഠിച്ച കാലത്തെ? अपने अंधे माता पिता को कांवर में बैठ करते तीर्थयात्रा ले चित्र देखा.
എന്തറിയാമോ? खड़ा हिमालय बता रहा है डरो न आंधी पानी में खड़े रहो तुम अविचल होकर सब संकट तूफानी. നമ്മുടെ ഇവിടെ വരുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് എല്ലാവരും അവരുടെ തുടക്കകാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തുടക്കക്കാർ തന്നെയാണ്. അപ്പോൾ സാറിൻ്റെ തുടക്കകാലത്ത് സംഭവിച്ച ഒരു നല്ലൊരു ഇൻസിഡന്റ് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റിയ ഇൻസിഡന്റ് സിനിമയിലെ നെല്ല് എന്ന് പറഞ്ഞ സിനിമ, അതിനകത്തെ ഹീറോ മോഹനാണ്. എനിക്കറിയാം. ഇപ്പോഴും ഉണ്ട് ആ നടൻ. അയാള് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ്സായിട്ടുള്ള ആളാണ്. ബാലു മഹേന്ദ്രയാണ് ആ ക്യാമറാമാൻ. രാമു കാര്യാട്ടാണ് ആ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. KG ജോർജാണ് അസിസ്റ്റന്റ് ഡയറക്ടർ. അഭിനയിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ജയഭാരതി, കനകദുർഗ, KP ഉമ്മർ, ഇങ്ങനെയുള്ള ആളുകളാണ്. മനസ്സിലായോ? അപ്പോൾ ആ സിനിമ വയനാട്ടിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ ഞാൻ ഇങ്ങനെ ഇവരുടെ ഓഫീസിൽ പോയി എന്നോട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഇവിടെ നിന്ന് അവിടേക്ക് പോയി. നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ കാര്യാട്ട് സാറ് എവിടെ നോക്കിയാലും ഇന്നസെൻറ്റിനെ കാണാം. അദ്ദേഹത്തിന് വെള്ളം കുടിക്കണമെന്ന് ദാഹിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും മുമ്പ് ഞാനതറിയും. അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുന്നു. അപ്പോൾ കാര്യാട്ട് സാർ എന്നെ ഒന്ന് നോക്കും. ഇതൊക്കെ സിനിമയിൽ എനിക്ക് നല്ല ഏതെങ്കിലും റോള് കിട്ടാനോ അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ദിവസം രാത്രി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാർട്ടിയിൽ രാമു കാര്യാട്ട് ആ സാറുണ്ട്, KP ഉമ്മർ, ഇവരെല്ലാം പ്രേമനസീർ അഭിനയിക്കുന്നുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഏതാണ്ട് ഒരു 9:30 രാത്രി 10 മണി ആ സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ ഒരു സുഖം ഉണ്ടാവുന്ന സമയമാണല്ലോ. അപ്പോൾ ആ സമയത്ത് സന്തോഷമായി ഇല്ലേ, കയ്യടിക്കുക, മോനെ കളി വേണ്ടാട്ടാ. അങ്ങനെ ആ ചെറിയൊരു സുഖത്തിൻ്റെ ആ ലഹരിയുടെ ഉള്ളിൽ, ലഹരി എന്ന് ഞാൻ പറഞ്ഞു പോയില്ലേ, കുഴപ്പമില്ല. മോഹൻ എവിടെയെന്ന് ചോദിച്ചു ഈ ഹീറോ. അപ്പോൾ പറഞ്ഞു മോഹൻ വന്നില്ല എന്ന് പറഞ്ഞു. അത് കാര്യാട്ട് സാറിന് അത്ര ഇഷ്ടമായില്ല. അപ്പം ഞാൻ കാര്യാട്ട് സാറിൻ്റെ അടുത്തുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, അതെ എന്താ അയാൾക്ക് കുഴപ്പം, അയാൾ എന്തുകൊണ്ട് വന്നില്ല, ഇവിടെ ഇന്നിങ്ങനെ ഒരു പാർട്ടി നടക്കുന്നത് അയാൾക്ക് അറിയില്ലേ. അപ്പം അയാൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകാരനാണ്. ആര്? മോഹൻ. എന്തായാലും പറഞ്ഞു എനിക്ക് പുല്ല, ഞാൻ വേണ്ടി വന്നാൽ ഈ പറഞ്ഞ മാരൻ്റെ കഥാപാത്രം, മാരനാണെന്ന് തോന്നുന്നു, ജയഭാരതിയുടെ ജോഡിയായിട്ട് അഭിനയിക്കണം, ഞാനത് ഇന്നസെന്റിനെ കൊണ്ട് ചെയ്യിക്കുന്നു പറഞ്ഞു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകാരനെ മാറ്റി ഇരിഞ്ഞാലക്കുടയിൽ നിന്നും വന്ന തനി അമച്ചർ നാടകത്തിൽ എങ്ങാണ്ടൊക്കെ ഏതോ റോളുകൾ ചെയ്ത എന്നെ ആ റോളിൽ എന്നെ ആക്കും എന്ന് ഇദ്ദേഹം പറഞ്ഞു. അറിയില്ല രാമുവിനെ, മനസ്സിലായില്ലേ? എനിക്ക് പിന്നെ നിൽക്കാൻ പറ്റില്ല അവിടെ, കാരണം തല ചുറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ ആകെ ഭയങ്കര പ്രശ്നമായി. ഞാൻ അങ്ങനെ എൻ്റെ അവിടെ ഒരു ചെറിയ വീടുണ്ട് ഞങ്ങൾക്ക് കിടക്കാനായിട്ട്. ആ വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്നതാണ്. അവിടെ പോയിട്ട് കിടന്നു. രാത്രി ഉറക്കം വരുന്നില്ല എനിക്ക്. ആ കഥാപാത്രമായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കിയായിരുന്നു. ആ കഥാപാത്രമായിട്ട് സങ്കല്പിച്ചിട്ട് കനകദുർഗ എന്ന് പറയുന്ന നടി മോഹനെ ഏറുമാടത്തിൽ ചെന്ന് ബലാത്സംഗം ചെയ്യുന്നുണ്ട്. അയ്യോ, ആ മോഹനാണ് ഡയാനെ ഞാൻ. മനസ്സിലായി? അപ്പൊ ഞാനാണെങ്കിൽ കല്യാണവും കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. മനസ്സിലായില്ല? ചോദിക്കാനൊന്നും ആരുമില്ല, വീട്ടിൽ അമ്മയപ്പനൊക്കെ അല്ലേ ഉള്ളു. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തു, ദൈവമേ അവര് വരും എന്നെ ബലാത്സംഗം ചെയ്യും, ലവ് ആണെങ്കിൽ ജയഭാരതിയായിട്ട് മറ്റേ കാട് കുളിരുണു, മനസ്സിലായില്ലേ? ആ പാട്ട് അത് ഞാൻ ആകെ തകർന്ന് ഞാനിങ്ങനെ ഏറുമാടത്തിൽ കിടക്കുകയും ഈ കനകദുർഗ കോണി, ഈ ചെറിയ ചെറിയ പടികളാണ്, കോണിയല്ല, ആ മരത്തിൻ്റെ മുകളിൽ കയറി എന്നെ വന്ന് ആശ്ലേഷിക്കുന്ന വരെ എത്തി. പെട്ടെന്ന് ഉറുമ്പ് കടിച്ചു എൻ്റെ മേലൊക്കെ. നേരം വെളുത്തു, അന്ന് ഉറക്കം മുഴുവനും പോയി. അങ്ങനെ നേരം വെളുത്ത് ഞാൻ കാലത്ത് ചെന്നൊരു 8-8:30 ആയപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ അവിടെ ചെന്നു. അപ്പോൾ എനിക്കറിയാലോ, അദ്ദേഹം പറഞ്ഞതാണ് മല്ലൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ മാറ്റി ഇന്നസെന്റിനെ കൊണ്ട് ഞാൻ ആ റോൾ ചെയ്യിപ്പിക്കുന്നു പറഞ്ഞാൽ. അപ്പം ഞാൻ കാര്യാട്ട് സാർ കാണാൻ വേണ്ടിയിട്ട് എന്നെ ഒന്നും കൂടി കാണണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ മുന്നിലേക്ക് വന്നു നിന്നു. അപ്പോൾ അദ്ദേഹം എന്നെ എങ്ങനെ നോക്കി. പിന്നെ അങ്ങോട്ട് അദ്ദേഹം വേറെ സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അവിടെയും ഞാൻ വന്ന് നിന്നു.
അത് കഴിഞ്ഞപ്പോൾ അയാൾ വേറൊരു സ്ഥലത്തേക്ക് നോക്കി. അപ്പൊ ഞാൻ അവിടെ മുന്നിൽ ഞാൻ വന്ന് നിന്നിട്ട് കുറെ നേരമായാലോ മുന്നിൽ വന്ന് നിൽക്കണേ, മാറിക്കണോ. അപ്പൊ ഇന്നലെ രാത്രി പറഞ്ഞതോ, ഇന്നലെ രാത്രി എന്താ പറഞ്ഞേ? കാട് കുളിരിനും ആനമിരുളിനും മാറിനൊരു പിടി ചൂടുണ്ടോ എന്നൊക്കെയുള്ള പാട്ടുകൾ മനസ്സിൽ കൊണ്ട് നടന്ന ഞാൻ പിന്നെ ഞാൻ അന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മല്ലനായി അഭിനയിക്കാൻ വന്ന ഞാൻ എല്ലനായി ഞാൻ തിരിച്ചു പോന്നു. ഇന്നിപ്പോ അതിന്റെ കാര്യം ആലോചിക്കുമ്പോ ഭയങ്കര രസല്ലേ? ആ ഏറുമാളത്തിന്റെ മുകളിലേക്ക് കനകദുർഗ വരുന്നത് നമുക്ക് വെറുതെ ആണെങ്കിലും ഒരു പ്രതീക്ഷ തരുന്ന കിട്ടിയല്ലോ. കാര്യങ്ങളൊക്കെ ഇല്ലേ? ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുക്ക അവള് പറഞ്ഞു പാകാം അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾ ആലോചിക്കണേന്ന്, കലയല്ലല്ലോ എന്ന്. മനസ്സിലായില്ലേ? അവൾക്കറിയില്ലല്ലോ, കലയാണല്ലോ. എനിക്ക് കലയുള്ളൂ. ഡയാന മാത്രമേ തെറ്റിദ്ധരിച്ചിട്ടുള്ളൂ, നമ്മുടെ മനസ്സിൽ കല മാത്രമേ ഉള്ളൂ. ചെറിയൊരു ഗ്യാപ്പ് തന്നെ. ചേട്ടാ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ് എനിക്കിവിടെ ഈ അവസരം കിട്ടിയേട്ടാ. എല്ലാ കാര്യം ഞാൻ തന്നെ നോക്കണത്. അപ്പൊ ഇനി ഈ ഒരു ജ്യൂസ് കുടിച്ചിട്ട് ചേട്ടനെ തുടങ്ങിയാൽ മതി. ആയിക്കോട്ടെ. താങ്ക് യു. അല്ല, ഇതിൽ മധുരട്ടുണ്ട്? മധുരം കുറവാ. താൻ എവിടെ വെച്ചേ? മധുരം കുറവാ. താൻ ഇത് കുടിച്ചിട്ട് പറയാ ഇനി എന്നോട് കുടിക്കാൻ. മധുരം കുറവ് ചേട്ടൻ കുടിച്ചു നോക്കാൻ പറഞ്ഞില്ലേ? എടോ താൻ കുടിച്ചില്ലേ? ആ, ഇനി ഞാൻ എങ്ങനെ കുടിക്കും ആ ഗ്ലാസ്സില്? എങ്ങനെ കുടിക്കണം? നീ എന്റെ ഇത് കണ്ട ഇപ്പൊ ഇതിലും കുടിച്ചു ഇങ്ങനെയും കുടിച്ചു അല്ലേ? രണ്ട് സ്ഥലത്തും കുടിച്ചു. ഇനി എനിക്ക് വേണ്ട. എന്റെ ചേട്ട് തൊട്ട് നോക്കിയാ മണത്ത് നോക്കിയാ മധുരം ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ? കുടിച്ചു തന്നെ നോക്കണ്ടേ? എന്താ ഈ പറയണേ? ഒരാൾ കുടിച്ച ഗ്ലാസ്സിൽ എങ്ങനെയാണ് രണ്ടാമതൊരാൾ കുടിക്കുന്നത്? അങ്ങനെ പറയണ? അങ്ങനെ എന്റെ ചേട്ടൻ ഞങ്ങൾ 5-8 പേര് കൂടി ഒരു ഫുള്ള് ഒരു ഗ്ലാസ്സിലല്ല എല്ലാവരും കൂടി അടിച്ചു തീർക്കണത്. ഒരു കുഴപ്പമില്ല. 5-8 പേര് കൂടി ഒരു ഫുള്ള് അടിച്ചു തീർക്കും ഒരു ഗ്ലാസ്സില്. ആണാ? ആ. എന്ത് ബ്രാൻഡി കൊള്ളുന്ന? താൻ കുടിച്ച ഗ്ലാസ്സിൽ ഞാൻ എങ്ങനെയാടോ കുടിക്കുക? ഞാൻ കുടിച്ചിരുന്നത് എന്താ കുഴപ്പം? ഞാനത് കണ്ടുപോയില്ലേ? ഓഹോ, അപ്പൊ കണ്ടതാണ് പ്രശ്നം അല്ലേ? ആ, കണ്ടില്ലേ കുഴപ്പമില്ല. കണ്ടില്ലേ കുഴപ്പമില്ല. നീ ഇത് കുടിക്ക്. ആ, ഇപ്പൊ കുഴപ്പമില്ല അല്ലേ? ഇപ്പൊ കുഴപ്പമില്ല. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ആ വളവിൽ നിന്ന് കുടിച്ചിട്ടാ വന്നത്. അറിയോ എന്റെ പൊന്നു, ഓരോരുത്തരുടെ ശീലങ്ങളെ. എവിടെന്ന് വരുന്ന പറഞ്ഞു വിടാൻ പോലെ ചേട്ടൻ തന്നെ ഇവിടെ നിർത്താൻ പറഞ്ഞത്. അങ്ങനെ എനിക്ക് പറ്റാറുണ്ട്.